കഴിഞ്ഞ തവണ ബിഗ് ബോസിൽ പോണെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ബിഗ് ബോസിൽ പോയാ ആഗ്രഹമൊക്കെ പോയി. എന്താ ഒരു തവണ നിങ്ങൾ പ്ലാൻ ചെയ്ത് അടുത്ത തവണ കിട്ടില്ലെങ്കിൽ എന്താ ഭയങ്കര മടുപ്പായി പോണേ? അല്ല, ഞാൻ അന്ന് പറഞ്ഞാല് എനിക്ക് മെന്റലി ഞാൻ ബിഗ് ബോസ് എന്നുള്ള ഒരു മൈൻഡ് പിടിച്ച് അവിടെ നിൽക്കുന്നത്. എത്തി. ആ ആളിവിടെയാണെങ്കിലും മനസ്സ് ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിലായിരുന്നു. അതെ, ഞാൻ ആ ഇന്റർവ്യൂ ലാസ്റ്റ് ഫൈനൽ ഇന്റർവ്യൂ വരെ അറ്റംപ്റ്റ് ചെയ്തതാണ്. ഞങ്ങൾ ഇതുവരെ പ്രൈസ് വരെ 50 ലക്ഷം അതായത് 50 ലക്ഷം ഉമ്മക്ക് അതിന് പ്രശ്നം വരെ ഉണ്ടാക്കി. എനിക്ക് 6 ലക്ഷം ഉള്ളു, ബാപ്പാക്ക് 6-7 കൊടുത്തല്ലോ എന്ന് പറഞ്ഞിട്ട് അതിന് പ്രശ്നമൊക്കെ ആയി. കിട്ടാത്ത പൈസ ഞാൻ ഇനി കോമണറായിട്ടൊന്നും ഞാൻ പോകില്ലേ. ഞാൻ ഒരു മെയിൻ സെലിബ്രിറ്റി ആയിട്ട് എന്നെ ഇങ്ങോട്ട് വിളിച്ചാല് ഞാൻ ഡിമാൻഡൊക്കെ എടുത്ത് പോകും. അല്ലാതെ ഒറ്റടിക്ക് വേണ്ടി ചെല്ലുന്ന പരിപാടി ഇല്ല. അതായത് ഇവന് പക്ക ഡ്രഗ്സിന് അടിമയാണ് എന്നുള്ളത് ഉദാഹരണം നമ്മൾ ഓരോ ലൈവ് കാണുന്ന ആളുകൾക്കും മനസ്സിലാവും. നമുക്ക് ഇത്ര നിശ്ചിത സമയത്തിലേറെ ഒരു എനർജി ഫീൽ ചെയ്യും ഓൻ്റെ വീഡിയോയിൽ. മൂഡ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ആവുന്ന നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. മുമ്പ് പല ഐഡിയകളുമായിട്ട് വരും. കറക്കും ഒരു സാധനം, ഓരോ ആളുകളുടെ പേരിൽ എന്താണ് വരുന്നത് ആ സംഭവം അവിടെ ചെയ്യണം എന്നാണ്. ഷമീർ ഷെഡ് ഇട്ട് ചാടണം, അല്ലെങ്കിൽ മമ്മു ട്രൗസർ അയച്ച് ഓടണം. ആ ഷമീറിനെ കൊണ്ട് ഷെഡിട്ട് ഡാൻസ് കളിപ്പിച്ചത് തൊപ്പിയുടെ പ്ലാനാണ്. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ സ്ട്രീമിംഗ് ചെയ്യുന്ന ഒത്തിരി ആളുകളുണ്ടല്ലോ. അപ്പൊ അത് കുട്ടികളടക്കം ഇൻസ്പയർ ആവാറുണ്ട്, ഫോളോവർ ആവുന്നുണ്ട്. ഇപ്പൊ തന്നെ മോൻ പറയാണ് ഞാൻ ഇപ്പൊ തൊപ്പിയുടെ ഫാൻ ആണെന്ന്. പല കുട്ടികളും ഇൻസ്പയർ ആവാറുണ്ട്. അപ്പൊ അവര് ചെയ്യുന്ന പല കാര്യങ്ങളും അഡാപ്റ്റ് ചെയ്യും, നമ്മുടെ ലൈഫിന്റെ ഒരു ഭാഗമാക്കും. ഇപ്പൊ കുട്ടികളടക്കം ആഗ്രഹം ചോദിച്ചാൽ എനിക്ക് വലിയൊരു സ്ട്രീമർ ആവണമെന്നാ പറയാം. അതൊരു ജോബായിട്ട് തന്നെ ആളുകൾ കണ്ടു തുടങ്ങി. ഈ കുട്ടികൾ അത് എത്രത്തോളം ഇൻഫ്ലുവൻസ് ആവും, അവരുടെ എത്രത്തോളം ഇത് ബാധിക്കും എന്ന് ചിന്തിക്കാറുണ്ട് ആസ് എ പാരന്റ്സ് എന്ന നിലയിൽ എങ്ങനെയാ? അത് ഭയങ്കര പേടിയുള്ള ഒരു സംഭവമാണത്. അതായത് കുട്ടികൾക്ക് ഇപ്പൊ എന്താ വെച്ചാൽ ടി വിയിലാണ്, മൊബൈലിനെക്കാട്ടിലും ടി വിയിൽ ഇത് ഫുൾ ടൈം ഓൺ ആയിരിക്കും. റിമോട്ടിൽ മാറ്റി കഴിഞ്ഞാൽ ആദ്യമൊക്കെ നമ്മൾ ടി വിയിൽ ഈ ഏഷ്യാനെറ്റ്, കൈരളി അങ്ങനത്തെ, ഇപ്പൊ ഒക്കെ സ്മാർട്ട് ടി വി ആയതുകൊണ്ട് യൂട്യൂബ് കാര്യങ്ങളൊക്കെയാണ് വരിക. യൂട്യൂബിൽ അവർ കണ്ട് ഇതായിട്ടുള്ള വീഡിയോ റെക്കമെൻഡ് ചെയ്തിട്ടാണ് വരിക. ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതേ വരുള്ളൂ, അങ്ങനത്തെ വീഡിയോ വരുള്ളൂ. അവർ കാണുന്ന വീഡിയോ എന്താണോ റിലേറ്റഡ് കണ്ടന്റ് അതായിരിക്കും അവരെ കുറച്ച് കഴിയുമ്പോഴുള്ള ക്യാരക്ടർ. അതിലുള്ള ഓരോ സംഭവം അതിലുള്ള ക്യാരക്ടർ എന്താണോ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇവരെ വളർച്ച മൊത്തം. കാരണം ഇവരെ വളർച്ചക്കനുസരിച്ച് അവിടെ ആ റിലേറ്റഡ് കണ്ടന്റ് മാറി വരും, അതിനനുസരിച്ചുള്ള സംഭവങ്ങൾ. അപ്പൊ തൊപ്പിയുടെ വീഡിയോ കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഫ്യൂച്ചർ വളരെ മോശമായിരിക്കും. ഒന്നാമതൊരു ഗെയിമിങ് അഡിക്ഷൻ ഉള്ള ഒരു കുട്ടിയായിരിക്കും അത്. അങ്ങനത്തെ ആളുകളാണ് ഇവൻ്റെ വീഡിയോ കൂടുതൽ കാണുക. പിന്നെ ഈ ചെറിയ കുട്ടികളൊക്കെ പച്ചത്തെറി പറയുന്ന ചിലപ്പോൾ നമ്മൾ വല്ല റീൽസിലൊക്കെ കാണാൻ പറ്റും. വീട്ടിലൊക്കെ ഇരുന്നിട്ട് പച്ചത്തെറി അതൊക്കെ കാണുന്ന അവരെന്താണോ കേട്ടത് ആ സംഭവം വിളിച്ച് പറയാണ്. ഇതെന്താ സംഭവം എന്നുള്ളവർക്ക് അറിയുണ്ടാവില്ല. പക്ഷെ ഇത് ഇങ്ങനത്തെ ഒരു ഇങ്ങനെ ദേഷ്യം വരുമ്പോൾ വിളിക്കുന്ന ഒരു ലാംഗ്വേജ് ആണെന്നുള്ള രീതിയിൽ അവർ ആ ഒരു സ്ലാങ്ങിൽ ആ സംഭവമാണ് വിളിച്ച് പറയുകയാണ്. കോപ്പി ചെയ്യാന്നാണ്, കുട്ടികൾ പെട്ടെന്ന് കോപ്പി ചെയ്യും. ആ ഒരു സംഭവം വളരെ ബാഡായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുള്ളൊരു സംഭവമാണ് ഈ തൊപ്പിൻ്റെ ഈ ഒരു ലൈവൊക്കെ. അതായത് ഞാൻ പലവട്ടം പറഞ്ഞാണ് സാധാരണ ജനങ്ങളോട്, ഏത് വീഡിയോ ചെയ്യുമ്പോൾ ഓരോ ഒരു പ്രാവശ്യമെങ്കിലും ഒരു ലൈവ് ഇവൻ്റെ ഫുള്ള് കണ്ടാൽ പിന്നെ ഒരിക്കലും നിങ്ങൾ വീട്ടിൽ നിന്ന് അത് കാണൂല. ഒരിക്കലും ഒരു വീട്ടിലിരുന്നിട്ട് നമുക്കൊരു ലൗഡ് സ്പീക്കറിൽ ഇട്ടിട്ട് നമ്മളെ വീട്ടുകാർ അല്ലെങ്കിൽ കുടുംബക്കാർ അല്ലെങ്കിൽ പബ്ലിക്കിൽ നിന്ന് ഇവൻ്റെ വീഡിയോ കാണാൻ പറ്റൂല. അത്രക്കും അഭിഷേകവും തെറിയും ഇല്ലാതെ ആ വീഡിയോ ഒന്നും ഒരു ലൈവില്ല, അങ്ങനെ തെറി കാര്യങ്ങളോ ഇല്ലാത്തത്. ഇത്തരത്തിലുള്ള ഒരു വീഡിയോസ് ആണ് അവർ ചെയ്യുന്നതെങ്കിൽ ഇത്രയധികം ഫോളോവേഴ്സും ആളുകൾ റീച്ചും ഈ വീഡിയോക്ക് എങ്ങനെയാ വരുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു മാനിപ്പുലേഷനാണ്. അതായത് ആളുകൾക്ക് എന്താണോ വേണ്ടത് ആ സംഭവമാണ് ഇവർ കൊടുക്കുന്നത്. മനസ്സിലായോ? അതായത് നമ്മളിപ്പോൾ തെറി പറയുന്നത് മോശമാണ് അല്ലെങ്കിൽ ഇത് കുട്ടികളിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഓൾറെഡി ഇത് ഇൻഫ്ലുവൻസ്ഡ് പീപ്പിളാണ്. ഇത്ര ആളുകൾ ഇത് ഓൾറെഡി ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ട്. ഈ ഒരു വർത്താനം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സംസാര ശൈലി, ഇങ്ങനെ തെറി വിളിക്കുന്ന സംഭവങ്ങൾ ഇത് കാണാനും കുട്ടികൾക്ക് ആ ഒരു ഇതുണ്ടാവും. എന്താണ് ഇനി പറയാൻ പോകുന്നത് അല്ലെങ്കിൽ എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നില്ലേ കാണാനുള്ള ആ ഒരു ത്വര ഉണ്ടല്ലോ, അത് ഓരോ കുട്ടികളിലും ഉണ്ടാവും. ഇന്നത്തെ സംഭവം എന്താണ് കാണുന്നത്, ഇന്നത്തെ കണ്ടന്റ് എന്താണ്. ആ ആളുകളാണ് ഈ വ്യൂവേഴ്സ് എന്ന് പറയുന്നത്. വലിയ ഇപ്പം നമ്മളെ
ഇപ്പോൾ കുറച്ച് വലിയ ആളുകളൊക്കെ എടുത്തു നോക്കിയാൽ ലൈവ് കാണാറുണ്ടോ തൊപ്പിയുടെ? ഉണ്ടാവില്ല. കുറച്ചൊരു ഇതിലുള്ള ആളുകളൊന്നും കാണുന്നുണ്ടാവില്ല. ഒക്കെ കുട്ടികളായിരിക്കും. ഒരു 10ാം ക്ലാസ് അല്ലെ 8, 7, 6 അതിൻ്റെ താഴോട്ടുള്ള കുട്ടികളെ ഉണ്ടാവുള്ളൂ. അവരുടെ സബ്സ്ക്രൈബേഴ്സ് മൊത്തം ഏകദേശം അങ്ങനത്തെ രീതിയിലുള്ള ആൾക്കാർ. ഈ റീൽസ് ഒരുപാട് സ്ട്രീമേഴ്സ് ഉള്ളതുകൊണ്ട് ഇപ്പൊ ഒരാള് ഈ രീതിയിൽ സ്ട്രീം ചെയ്യുമ്പോൾ ബാക്കിയുള്ളവരെയും കൂടി ഇത് ബാധിക്കല്ലോ. ഒരുപാട് പേര് അവര് വീഡിയോസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഇങ്ങനെയല്ല എല്ലാവരും, കുട്ടികൾ ദൈവത്തെ ഓർത്ത് ഇത് ഇൻഫ്ലുവൻസ് ആവരുത് എന്ന് തന്നെ മുന്നോട്ട് വന്ന് പറയുന്ന സ്ട്രീമേഴ്സ് നമ്മൾ കാണാറുണ്ട്. ഇപ്പൊ നന്നായിട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഗെയിമിങ് ചെയ്യുന്ന ആളുകൾ ഇതെങ്ങനെ ബാധിക്കുന്നു എന്നാ തോന്നുന്നത് അൻഷികക്ക്? അതായത് ഗെയിമിങ് സ്ട്രീമിംഗ് എന്ന് പറഞ്ഞാൽ അത് വലിയൊരു മേഖലയാണ്. മനസ്സിലായോ? ഇപ്പോൾ അങ്ങനെ സ്ട്രീം ചെയ്യുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ട്. ഈ ഈഗിള്, കാസ്ട്രോ, ഇവരൊക്കെ നല്ല രീതിയിൽ ചെയ്യുന്ന ആളുകളാണ്. എന്നാൽ കുറച്ചൊരു തെറിയൊക്കെ കൂട്ടിയിട്ട് ചെയ്യുന്ന ആളുകൾ വേറെയുണ്ട്. പക്ഷെ ഇതൊക്കെ അതുക്കും മേലെയാണ്. അതായത് ഗെയിമിനിടയിൽ പറയുന്ന ഒരു തെറി വാക്കും മാത്രമല്ല ഇത് തെറി പറയാനായിട്ട് ഒരു കണ്ടന്റ് മൊത്തം. അന്നത്തെ ലൈവിൻ്റെ മൊത്തം അജണ്ട എന്ന് പറയുന്നത് ഫുള്ള് തെറി. ഇപ്പോൾ ഈ ഇതിൽ ഒരു കറക്കും ഒരു സാധനം, ആ കറക്കുമ്പോൾ അതിൽ ഓരോ ആളുകളുടെ പേരിൽ എന്താണോ വരുന്നത് ആ സംഭവം അവിടെ ചെയ്യണം എന്നാണ്. അപ്പോൾ അതിൽ എഴുതി വെക്കുന്ന സംഗതികളൊന്ന് നന്നാക്കിയാൽ തന്നെ ആ പരിപാടി ഉഷാറാവും. അതിൽ എഴുതി വെക്കുന്ന സംഗതി എന്താണ്? ഷമീർ ഷെഡ് ഇട്ട് ചാടണം, അല്ലെങ്കിൽ മമ്മു ട്രൗസർ അയച്ച് ഓടണം. ഇപ്പോൾ ഒരാളോട് പറയാണ് ഈ വെറുതെ ഒരു ഗ്രൗണ്ടിന് ചുറ്റും ഒരു 100 മീറ്റർ ഓടുക എന്നുള്ളത് എഴുതി വെക്കുകയാണെങ്കിൽ അതിലൊരു മാന്യത ഉണ്ട്. ഇത് എന്നിട്ട് ഇവർക്ക് ഏറ്റവും അതിൽ വൾഗറായിട്ടുള്ള സംഭവം ഇത് സ്പിൻ വീല് നിർത്തണം. ഏറ്റവും വൾഗാരിറ്റി ഉള്ള സംഭവം എന്താണോ ആ സംഭവം എന്ത് ചെയ്യണം? അവിടെ അടിയിൽ കൃത്രിമമായിട്ട് നിർത്തുകയാണ്. എന്ത് വെയിറ്റ് വെച്ചിട്ട് ഒരു കല്ല് വെച്ചിട്ട് വെറുതെ കറക്കി വിട്ടാൽ ആ കല്ല് ഏത് ഭാഗത്തേക്കാണോ വെയിറ്റ് ഉള്ളത് ആ ഭാഗത്ത് താഴെ വന്ന് നിൽക്കുള്ളൂ. പണ്ട് മാമുകോയ ഒരു ഇതിൽ കറക്കുന്ന ഒരു പരിപാടി ഉണ്ട് പഴയ പടത്തിൽ. ആ സംഭവമാണ് ഇവർ ചെയ്തിന്. അതിപ്പോൾ ആ ഇപ്പം വന്നുകൊണ്ട് ജാസി പറഞ്ഞല്ലോ, ഞാനാണ് സ്പിൻ വീല് കല്ല് വെച്ചുകൊണ്ട് വെയിറ്റ് ഇട്ടുകൊണ്ട് ആ ഷമീറിനെ കൊണ്ട് ഷെഡിട്ട് ഡാൻസ് കളിപ്പിച്ചത് തൊപ്പിയുടെ പ്ലാനാണ്. അവിടെ തൊപ്പിയുടെ ക്യാരക്ടറാണത് ഈ ഷെഡിട്ട് കണ്ട് കളിക്കുന്നതും. കാരണം അവൻ്റെ ഒറിജിനൽ ക്യാരക്ടർ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു ഇതിൻ്റെ ഷൂ ഒക്കെ ഇട്ടിട്ട് ഭയങ്കരമായിട്ട് അടിച്ചിട്ട് ഷെഡിട്ട് ചാടി കളിക്കുന്നത്. അത് അവൻ്റെ ക്യാരക്ടറാണ്. പക്ഷെ അവന് പബ്ലിക്കിൽ അത് പ്രകടിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് ഓൻ എന്ത് ചെയ്യാണ്? ഈ ഷമീർ, മമ്മു ഇവരെ കൊണ്ടൊക്കെ ചെയ്യിപ്പിക്കുകയാണ്. ഇതിനെ കുറിച്ചൊക്കെ വീഡിയോ ചെയ്യുന്ന സമയത്തെ ഓൾറെഡി ഒരു വലിയ ഫാൻസ് ഉള്ള ഒരു ആളുകളാണല്ലോ. അപ്പൊ അത് എങ്ങനെ ബാധിക്കും? അത് ഫാമിലിനെ എങ്ങനെ ബാധിക്കും? ഒരു പബ്ലിക് ഫിഗർ ആണ്, അതിനെ കുറിച്ച് എപ്പോഴെങ്കിലും ടെൻഷൻ ആവാറുണ്ടോ? അല്ലെങ്കിൽ ഇല്ല, എനിക്ക് ഏകദേശം ഒരു ഫസ്റ്റത്തെ 2-3 വീഡിയോ ഞാൻ ഇട്ടപ്പോൾ തന്നെ എനിക്ക് ഏകദേശം കിടപ്പ് വശം മനസ്സിലായി. അതായത് മാനിപ്പുലേഷൻ ചെയ്യാനുള്ള ഏറ്റവും വലിയ ഇപ്പോൾ ഒരു ബി.ജി.എം കൊണ്ടുള്ള കളിയാണല്ലോ. അതായത് ഈ ഷോർട്ട് കട്ട്സ് ഉണ്ടല്ലോ, ചെറിയ കട്ട്സ് വെച്ചിട്ട് നമുക്ക് ആരും എങ്ങനെയും സെലിബ്രിറ്റി ആയി കൊണ്ടുവരാൻ പറ്റും. കട്ട്സ് വീഡിയോ ഇടാൻ അതിന് നമുക്കൊരു ജസ്റ്റ് കുറച്ച് PR കൊടുത്തു കഴിഞ്ഞാൽ അതിനായിട്ടൊരു ടീം ഉണ്ടാവും. അവരെന്ത് ചെയ്യും? നമ്മളെ കട്ടിങ്സ് സാധനങ്ങൾ എടുത്ത് അങ്ങനെ കയറ്റി വിട്ടോളും. അപ്പോൾ നമ്മളിതിനെതിരായിട്ട് നിൽക്കുമ്പോൾ ഇതേപോലെ കമൻറ്റ് ചെയ്യാനും ഇതിനൊക്കെ PR ഉണ്ട്. ഇവർക്ക് ഗ്രൂപ്പ് കാര്യങ്ങൾ ഒരു 50-ലേറെ ഫാൻ ഗ്രൂപ്പുകൾ ഉണ്ടാവും. അതിലിപ്പോൾ നമ്മളെ Instagram ID കൊണ്ടുപോയി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കെതിരെ വളരെ വൾഗറായിട്ട് കമൻ്റ് അടിക്കാനും പച്ചത്തേറി പറയാനും. അപ്പോൾ നമുക്കിതിൽ വരുന്ന കമൻറ്റ് കാണുമ്പോഴേ അറിയാം ഇതൊക്കെ അവിടെ നിന്നുള്ള വരവാണെന്ന്. കാരണം ഇവരൊക്കെ ഒരു ശൈലിയായിരിക്കും. ഇവരുടെ എഴുത്ത് കോപ്പി പേസ്റ്റ് തെറികളായിരിക്കും. അപ്പം അങ്ങനെ നല്ല ഇഷ്ടം പോലെ തെറി ആ സമയത്ത് വളരെ മോശമായിട്ട് രീതിയിൽ. പക്ഷെ എൻ്റെ മനസ്സിലൊരു ഒറ്റ നീയത്തുള്ളായിരുന്നു, ഒരാളെങ്കിൽ ഒരാൾക്ക് ഇത് സംഭവം മനസ്സിലാക്കി കൊടുക്കണം, ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കണം എന്നുള്ള ആ ഒരൊറ്റ ചിന്ത ഉള്ളായിരുന്നു. അത് കുറേ ആളുകൾക്ക് ഇപ്പോൾ മനസ്സിലായി. ഞാൻ കാരണം മനസ്സിലായി എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു ദിവസം വരും, ഓൻ്റെ ഡയലോഗാണത്, 1 ഡേ. ആ 1 ഡേ ആണ് ഇപ്പോൾ ഓന് മൺഡേ ട്യൂസ്ഡേ ഒക്കെ ഓൻ്റെ ദിവസമാണ്. ഇനിയൊരു ദിവസം ഓന് ഇനിയിപ്പോൾ ഈ ഹനാൻഷ് കേസ് കൊടുത്ത് സംഭവങ്ങളൊക്കെ കുറേ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഇതുമേലൊന്നും വരാനില്ല. അത് വേറൊരു സത്യം. അതായത് ഇവനപ്പോൾ കൊണ്ടുപോയിട്ട് നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ പകപോക്കി കൊല്ലാനോ അല്ലെങ്കിൽ ഒരു 12 വർഷം ജയിലിടാനോ കേസൊന്നുമില്ല. ജസ്റ്റ് എന്തെങ്കിലും ഫൈന് കിട്ടുന്ന മേബി, അതന്നെ ഷുവറൊന്നുമല്ല. പിന്നെ ഹനാൻഷാൻ്റെ ആ ഒരു ഡിഫർമേഷൻ കേസിന് എന്തെങ്കിലും നഷ്ടപരിഹാരമോ കാര്യങ്ങളോ കൊടുക്കുന്നുണ്ടെങ്കിൽ അതേ ഉണ്ടാവുള്ളൂ, അല്ലാതെ കൂടുതൽ ശിക്ഷയൊന്നുമില്ല. പക്ഷെ ഇവന് ഏറ്റവും കൊടുക്കാൻ പറ്റുന്ന ഒരു പണിഷ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഇവൻ്റെ ഈ ഒരു ഫേസ് ജനങ്ങൾ മനസ്സിലാക്കുക,
ഇവനെ ഇനി ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യരുത്, നമ്മളെ കുട്ടികൾ മാതൃകയാക്കുന്ന രീതിയിൽ ഇവനെ കാണാൻ പാടില്ല. ഇവൻ പല ഐഡിയകളുമായിട്ട് വരും. ഇപ്പോൾ അതിലൊരു ഉമ്മാക്ക് ഫോൺ വാങ്ങിക്കൊടുക്കുന്നൊരു ഇതുണ്ടായിരുന്നു, ഒരു ഐഫോൺ വാങ്ങിക്കൊടുക്കുന്ന സീന്. അത് സ്ക്രിപ്റ്റ് ആണെന്ന് ഇപ്പം ആ ഷമീറിൻ്റെ ലൈവിൽ പറഞ്ഞു. അതേപോലെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരു താത്താക്ക് 1,00,000 രൂപ കൊണ്ടേ കൊടുത്തൊരു വീഡിയോ, അതും സ്ക്രിപ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പിന്നിലും വേറെ എന്തൊക്കെയോ കളികളുണ്ടെന്ന് പറഞ്ഞിട്ട് ആ ലൈവിൽ അന്ന് പറഞ്ഞു. അതായത് ജനങ്ങളെ കണ്ണിൽ ഇപ്പോൾ ചാരിറ്റി ചെയ്ത് ജനങ്ങളെ കണ്ണിൽ എന്ത് ചെയ്യുക, പൊടിയിടുക. അത് മാത്രമാണ് തൊപ്പി ചെയ്തത്. അത് വിശ്വസിക്കാൻ എന്നിട്ട് മണ്ടന്മാരായിട്ടില്ല. തൊപ്പി നന്നായി, തൊപ്പി നന്നാവൂല. കാരണം ഇത് നന്നാവുക എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സാധനം അല്ലത്. നന്നാവാൻ പറ്റുന്ന സാധനമല്ലേ, നന്നാക്കാൻ പറ്റുള്ളൂ. ഇത് ഇഞ്ചമണിക്കായ സാധനമാണ്. ഇത് ഇനി നന്നാവൂല. അവൻ്റെ ക്യാരക്ടറാണ്, ആ ഒരു ഡിസബിലിറ്റി ആണത്. അതിനെ ആ രീതിയിൽ ട്രീറ്റ് ചെയ്യണം. ഇപ്പോൾ ഒരു കുറവില്ല, ഒരു പോരായ്മയുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾ ആ രീതിയിൽ ട്രീറ്റ് ചെയ്യണം. അല്ലാതെ അയാളെ രാജാവാക്കി വെക്കരുത്. മനസ്സിലായോ? നമ്മളെ ജനങ്ങളെന്താ ചെയ്തത്? ഓനെ രാജാവാക്കി, ഓനെ സുൽത്താനാക്കി. ഓൻ ചെയ്തത് ഇപ്പം പകലാണെന്ന് പറഞ്ഞാൽ, ഇപ്പം ശരിക്കും രാത്രിയാണ്, ഓൻ വന്ന് പകലാണ് പറഞ്ഞ ആൾക്കാർ ടോർച്ചടിച്ചിട്ട് ശരിയാണല്ലോ ഇവൻ പറഞ്ഞത്, പകലാണല്ലോ എന്ന് പറയും. കണ്ണിന് തിമിരം ബാധിക്കുക എന്ന് പറഞ്ഞില്ലേ, അതേപോലെ ജനങ്ങളാണ് വിശ്വസിക്കുക. അവരെന്ത് പറഞ്ഞാലും അത് വിശ്വസിക്കുക. അപ്പം അതല്ല സത്യം എന്നുള്ളത് ഇപ്പോൾ കുറേ ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പം ഇനി എന്തായാലും ഒരു തിരിച്ചുവരവ് ഉണ്ടാവും എൻ്റെ കംബാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം ഇനിയിപ്പോൾ എൻ്റെ ഡിപ്രഷൻ പീരീഡാണ് ഈ ഒരു സമയം. ഒരു 2-3 മാസം ഉണ്ടാവും ഡിപ്രഷൻ. ഒരു പച്ച ടീഷർട്ട് ഇട്ട് നടക്കും കുറച്ച് ദിവസം. ഡിപ്രഷൻ പീരീഡാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ഒരു കംബാക്ക് ഉണ്ടാവും. പിന്നെ ഒരു 2 ഗിവ് അവേ ഉണ്ടാവും. പിന്നെ വരാനുള്ളത് 2 ചാരിറ്റി. ഈ 5 സംഭവങ്ങൾ കഴിഞ്ഞിട്ടാണ് പിന്നെ അവൻ്റെ അടുത്ത അറാത്ത് പരിപാടികൾ തുടങ്ങുക. അപ്പം ഇനിയും പോകും ചിലപ്പോൾ അവൻ്റെ അടുത്തേക്ക് ഇതേപോലെ ഞങ്ങൾ പുതിയ ഗ്യാങ്ങാണെന്ന് പറഞ്ഞിട്ട് കുറേ മൊയന്തന്മാർ പോകും. അപ്പം അങ്ങനെ പോകുന്ന ആളുകളൊക്കെ ഓരോ വീട്ടിൽ പറഞ്ഞിട്ട് പോവുക. കാരണം അങ്ങനത്തെ, അതായത് ഇവന് പക്ക ഡ്രഗ്സിന് അടിമയാണ് എന്നുള്ളത് ഉദാഹരണം നമ്മൾ ഓരോ ലൈവ് കാണുന്ന ആളുകൾക്കും മനസ്സിലാവും. കാരണം ഇവൻ്റെ എനർജി നമുക്ക് ഇത്ര നിശ്ചിത സമയത്തിലേറെ ഒരു എനർജി ഫീൽ ചെയ്യും ഓൻ്റെ വീഡിയോയിൽ. പിന്നെ അവൻ്റെ ക്യാരക്ടർ ഇങ്ങനെ പെട്ടെന്ന് എന്ത് ചെയ്യും, മൂഡ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ആവുന്ന നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അത്രയും ഡ്രഗ്സ് അഡിക്റ്റ് ആയിട്ടുള്ള ആളാണ്. അത് നമുക്കിപ്പോൾ ഇനി ബ്ലഡ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ കറക്റ്റ് ജനങ്ങൾക്ക് മനസ്സിലാവും. ഇക്ക പലതരത്തിലുള്ള വീഡിയോസ് ഇടുന്നു, റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നു. അപ്പോൾ ഓൾറെഡി ടെൻഷൻ ഉണ്ടാവും വീട്ടിലിരിക്കുന്ന ആളെന്ന നിലയിൽ. ഈ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ എങ്ങനെയാ ആളോട് എങ്ങനെയാ പറയാ, എങ്ങനെ ഫീൽ ചെയ്യണേ? ഞാൻ അധികം ഇങ്ങനെ ബാഡ് ആയിട്ടുള്ളതൊന്നും പറയരുത് എന്ന് പറയലുണ്ട്. റിയാക്ഷൻ വീഡിയോ ഇട്ടാ തുടങ്ങണത് തന്നെ അങ്ങനെയാക്കാല, പാപ്പാക്ക് വിളിച്ചിട്ടൊക്കെ. അപ്പൊ അങ്ങനെയൊന്നും ചെയ്യരുത് എന്നുള്ള ഒരു പറയലുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞാലൊന്നും കേൾക്കില്ല, ഓരോ ഇഷ്ടമല്ല. അതല്ല, ഓള് ഈ വിഷയത്തിലൊക്കെ ആദ്യമൊക്കെ ഇങ്ങനെ അങ്ങനെ പറയണ്ട, മറ്റേതാണ് മറിച്ചാണ്. ഓളൊരു ദിവസം ഇതേപോലെ ഒരു കല്യാണത്തിന് പോയപ്പോൾ എന്താ, കാരണം ഞാൻ തൊപ്പി ഗ്യാങ്ങിൻ്റെ ഞങ്ങൾ പോയൊരു കല്യാണത്തിന് അവർക്കും കൂടി ക്ഷണം ഉണ്ടായിരുന്നു. ഇവിടെ ഒരു മഞ്ചേരിയിലൊരു മൊബൈൽ ഷോപ്പിൻ്റെ ഓണർ വരും. അപ്പോൾ കല്യാണത്തിന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിയ സമയത്താണ് ഇവർ വരുന്നത്. അപ്പോൾ ഇവരവിടെ വണ്ടി നിർത്തിയിട്ട് ഇവർ പോയി. വണ്ടി നിർത്തിയിട്ട് ഇവരെന്ത് ചെയ്തു, സ്റ്റേജിലേക്ക് പോയി. ഞങ്ങളിങ്ങനെ പോകുകയും ചെയ്തു. അപ്പോൾ പാർക്കിങ്ങിൽ ഇവൻ്റെ വണ്ടി കണ്ടപ്പോൾ ഇവള് പറയണേ, തൊപ്പിയൊക്കെ അവിടെ വന്നിക്കണേ, നമുക്ക് പോയിട്ടൊരു ഫോട്ടോ എടുക്കല്ലേ. ഞാൻ പറഞ്ഞു ഈ വിഷയം അറിയുന്നതിന്റെ മുന്നേ ഞാൻ പറഞ്ഞു ദയവ് ചെയ്ത് ഫോട്ടോ എടുക്കണ്ട, അതിനുള്ള ആളൊന്നും ഓനായിട്ടില്ല, വേറെ ആരെ പേര് എടുത്തോണ്ടി, ഓൻ്റെ ഇപ്പം എടുക്കണ്ട എന്തായാലും പറഞ്ഞിട്ട് ഞങ്ങൾ പോന്ന്. ഇപ്പം ഈ വിഷയമായിട്ടപ്പോൾ ഓള് പറയണേ, നിങ്ങളന്ന് ഫോട്ടോ എടുക്കാത്ത ഭാഗ്യം. കാരണം അന്ന് ചിലപ്പോൾ ഇതേപോലെ ഫോട്ടോ എടുത്ത് പോയിട്ട് ഇവർ ചിലപ്പോൾ പല രീതിയിലും ഇതിനെ മിസ്യൂസ് ചെയ്യാം നമ്മളൊരു ഫോട്ടോ. കാരണം അങ്ങനത്തെ ആളുകളുണ്ട്, മനസ്സിലായോ? അപ്പം അന്ന് ആ ഫോട്ടോ ഞാൻ എടുക്കരുത്, അവൻ്റെ കൂടെ ഫോട്ടോ എടുക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഓള് രക്ഷപ്പെട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ അവിടെ റൂമിൽ പോയിട്ടായിരിക്കും ഇവരെ കൂട്ടത്തിലിരുന്നിട്ട് ഓരോന്ന് പറയുക. അപ്പം അത് പിന്നീട് അത് അറിയുമ്പോൾ അത് ഭയങ്കര വിഷമീകരം. പ്രത്യേകിച്ച് നമ്മളോട് ഒരു ശത്രുത കൂടി ഉണ്ടാകുമ്പോൾ അങ്ങനത്തെ രീതിയിലാണ്. കാരണം ഇവര് വളരെ വളരെ മോശം എങ്ങനെ ഇപ്പൊക്കെ പറയാ. ശത്രുക്കൾ ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? എനിക്കോ? എനിക്ക് പൊതുവേ അങ്ങനെ ശത്രുക്കളൊന്നും ഇത് ചെയ്യാറില്ല, അതായത് പിടിച്ചു നിൽക്കാറില്ല എനിക്കെതിരെ നിൽക്കണവര്. ഞാൻ അറിഞ്ചും പുറഞ്ചും ഇല്ലാതാക്കിക്കൊണ്ടിരിക്കും, ആക്രമിക്കും. അൻഷിഫിന്റെ പട്ടാളം ഇറങ്ങും. 3 പട്ടാളങ്ങളാണോ? പട്ടാളം കുറച്ച് റെസ്റ്റിലാണ്.
ഇത് കഴിഞ്ഞ തവണ ബിഗ് ബോസിൽ പോണെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ബിഗ് ബോസിൽ പോയാ ആഗ്രഹമൊക്കെ പോയി. എന്താ ഒരു തവണ നിങ്ങൾ പ്ലാൻ ചെയ്ത് അടുത്ത തവണ കിട്ടില്ലെങ്കിൽ എന്താ ഭയങ്കര മടുപ്പായി പോണേ? അല്ല, ഞാൻ അന്ന് പറഞ്ഞാല് മെന്റലി ഞാൻ ബിഗ് ബോസ് എന്നുള്ള ഒരു മൈൻഡ് പിടിച്ചു നിൽക്കുന്നത് അവിടെ എത്തി. ആ ആള് എവിടെയാണെങ്കിലും മനസ്സ് ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിലായിരുന്നു. അതെ, ഞാൻ ആ ഇന്റർവ്യൂ ലാസ്റ്റ് ഫൈനൽ ഇന്റർവ്യൂ വരെ അറ്റംപ്റ്റ് ചെയ്തതാണ്. ഞങ്ങൾ ഇതുവരെ പ്രൈസ് വരെ 50 ലക്ഷം. അതായത് 50 ലക്ഷം ഉമ്മക്ക് അതിന് പ്രശ്നം വരെ ഉണ്ടാക്കി. എനിക്ക് 6 ലക്ഷം ഉള്ളു, ബാപ്പാക്ക് 6-7 കൊടുത്തല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് പ്രശ്നമൊക്കെ ആയി. കിട്ടാത്ത പൈസ ബിഗ് ബോസിൽ ഇന്റർവ്യൂ കഴിഞ്ഞപ്പോ തറവാട്ടിൽ ഒരു ദിവസം മീറ്റിംഗ് ഒക്കെ അതിർത്തി തർക്കമൊക്കെ പറയണായിരുന്നു. അൻഷിബിന്റെ ആ പൈസ ആർക്കൊക്കെയാണ് എന്നുള്ളത്. അപ്പൊ അമ്മായി ഒക്കെ വരുന്ന അമ്മായി വീടിന്റെ പണി നടക്കുന്നുണ്ട്, അപ്പൊ അതിന് തറക്കാനുള്ള കുറച്ച് പൈസ ഒക്കെ റെഡിയാക്കി ഇന്റർവ്യൂ കഴിഞ്ഞ് ഒക്കെ ഇതാക്കിട്ട് വിളിക്കാറുണ്ട്. പിന്നെ വിളിച്ചില്ല. പക്ഷെ എന്നാലും ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു കേട്ടോ. മറ്റേ വൈൽഡ് കാർഡ് എൻട്രിയില് ലാസ്റ്റ് ഭയങ്കര പ്രതീക്ഷ കിട്ടുന്നുള്ള അതുകൂടി കഴിഞ്ഞ പിന്നെ കാക്ക് ചത്ത്. എന്ത് ബിഗ് ബോസ് ഞാനൊരു മീറ്റിംഗ് വിളിച്ചു തറവാട്ടില്, പൈസ ചോദിച്ചാലൊക്കെ അവിടെ ഇനി ഒരു തവണ വിളിച്ചാ പോവോ ബിഗ് ബോസിലേക്ക്? എനിക്കിപ്പോ സത്യം പറഞ്ഞാല് മൂഡ് പോയി പറഞ്ഞാല് എനിക്ക് ആ ജാസ്മിൻ ജാഫറിന്റെ അതേപോലെ ഗബ്രിയുടെ ഒക്കെ എപ്പിസോഡ് കഴിഞ്ഞന്ന് എനിക്ക് ഭയങ്കര ഒരു അതാണ് സോഷ്യൽ മീഡിയക്ക് ഭയങ്കര ഒരു ഹൈപ്പ് വന്ന സംഭവം ബിഗ് ബോസ് അല്ലേ. പിന്നെ അതേപോലെ അന്ന് ഞങ്ങൾ റിയാക്ഷൻ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. അതിന് ശേഷമാണ് എനിക്ക് ആ ഒരു ഇൻട്രസ്റ്റ് വന്നത്. ഞാൻ ഇന്റർവ്യൂ കൊടുക്കലും വിളിക്കലും എല്ലാം സെറ്റായിരുന്നു. നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം കുറെ കോമണേഴ്സ് ഒക്കെ ഇതാക്കിയായിട്ടുള്ള പരിപാടികളൊക്കെയാണ് ഒന്നല്ലേ. എന്താ കോമണേഴ്സ് വരാനുള്ള പരിപാടി ആഗ്രഹം വേണ്ടെന്ന് വെച്ചു. ഇല്ല, ഞാൻ ഇനി കോമണറായിട്ടൊന്നും ഞാൻ പോകില്ലേ. ഞാൻ ഒരു മെയിൻ സെലിബ്രിറ്റി ആയിട്ട് എന്നെ ഇങ്ങോട്ട് വിളിച്ചാല് ഞാൻ ഡിമാൻഡൊക്കെ ഇട്ടിട്ട് പോകുന്നു. അല്ലാതെ ഒറ്റടിക്ക് വേണ്ടി ചെല്ലുന്ന പരിപാടി ഇല്ല, പോകുന്നില്ല. ഇപ്പൊ വിളിക്കാൻ വേണ്ടി ഇരിക്കായിരിക്കും കേട്ടോ. അത് കേൾക്കുമ്പോ ആയിരിക്കും അവര് പോവാ. ഇല്ലാന്നാണ് പറയും. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. അത് വേറെ. പക്ഷെ നിങ്ങളുടെ എപ്പോഴും സംസാരിക്കും, നിങ്ങൾക്കിടയിൽ ഒരു കണക്ഷൻ ഉണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഓൾറെഡി കുഞ്ഞോള് സപ്പോർട്ടീവായിട്ട് കൂട്ടു നിൽക്കും. എന്തൊക്കെ പറഞ്ഞാലും ഇവൾക്കുള്ള ഒരു ഇതന്നെ അതാ. നിങ്ങൾ പോയാലും പള്ളർച്ച് കിട്ടും നോക്കറിയാം. നമ്മളെന്ത് ചെറ്റ വർത്താനം പറഞ്ഞാലും കട്ടക്ക് നിൽക്കും. അതുകൊണ്ട് ഒരു ചെറ്റ സ്വഭാവമാണ് ശരിക്ക്. സത്യാണ്. അത് സ്വഭാവം പഠിപ്പിച്ചാരാ? ഓക്കൂടെ എന്താ കുറവ്? സൗകര്യങ്ങളില്ലേ? കുട്ടികൾക്ക് കുട്ടികള് അതാണ് കൂടുതല്. അത് മാത്രമേ ഉള്ളൂ. പക്ഷെ ആള് ഭയങ്കര ഇപ്പോഴും ഭയങ്കര യങ് ആയിട്ടിരിക്കുന്നു. അതെ, അതിന്റെ രഹസ്യം ഞാൻ ചോദിക്കുന്നില്ല. ചോദിക്കാത്ത ഇനി അത് കേൾക്കാൻ വയ്യാത്തോണ്ടാ. സോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ഗെയിം കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്കറിയാം നിങ്ങൾ മെയ്ഡ് ഫോർ ഈച്ച് അതർ ആണ്. നിങ്ങൾക്ക് പരസ്പരം നന്നായിട്ട് അറിയാം. കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 8 പിന്നെ 9. എത്ര വയസ്സായി? ഓനിക്ക് 8 വയസ്സ്. അപ്പൊ കുട്ടികള് കല്യാണത്തിന് മുമ്പുണ്ടായോ? 9 വർഷം. ആ പെട്ടെന്ന്. പിന്നെ കല്യാണത്തിന് മുമ്പൊന്നല്ല, കല്യാണം കഴിഞ്ഞിട്ടാണ്. അതെ അതെ, ഉപ്പാക്കൊന്നും അറിയില്ല. പോടാ അവിടുന്ന്. കല്യാണത്തിന് മുമ്പുണ്ടല്ലോ. ഇജല്ലേ അപ്പൊ കല്യാണത്തിന് അച്ചാറൊക്കെ വിളമ്പിയത് പൊട്ട കല്യാണത്തിന്. അടിപൊളി. അച്ചാറൊക്കെ വിളമ്പി ഉമ്മച്ചി പുതിയണ്ണായി ഒരുങ്ങിയതൊന്നും ഓർമ്മല്ല. പോട്ടൻ അല്ല, നിങ്ങൾ പറയുന്നു.